ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു കല്യാണത്തിന് പോയതാട്ടോ. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത്, അടുത്ത വീടല്ല, പക്ഷെ റോഡിൻ്റെ അപ്പുറത്താണ് വീട്. ആ വീട്ടിലത്തെ കല്യാണമാണ് ഞാൻ പറയുന്നത്. ഇത് കല്യാണ വീടാട്ടോ. ഞാനിതുവരെ ഹിന്ദുസിൻ്റെ കല്യാണം ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇവർക്ക് 2-3-4 ദിവസം മുമ്പ് തന്നെ നല്ല ചടങ്ങുകളുണ്ടായിരുന്നു. കുറേ പരിപാടികൾ ഇങ്ങനെ കേട്ടിരിക്കുന്നു. അപ്പോൾ ഇവർ നമ്പ്യന്മാരാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ചടങ്ങുകളൊക്കെ ഉണ്ടത്ര. ഞാനും എൻ്റെ അടുത്ത വീട്ടിലത്തെ കുട്ടിയും കൂടി ഞങ്ങൾ 2 ദിവസം മുമ്പ് ഞങ്ങൾ പോയി. എന്നിട്ട് സ്വർണ്ണവും ഡ്രസ്സൊക്കെ കണ്ടിട്ട് പോകുന്നു കേട്ടോ. വീട് മൊത്തം ലൈറ്റ് ഇട്ടിട്ടേ, വീട്ടിലെ ഗാർഡനിലൊക്കെ ലൈറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. കല്യാണ ഫംഗ്ഷൻ വീട്ടിൽ വെച്ചിട്ടായിരുന്നില്ല കേട്ടോ. ഗസിബോ ഹെറിറ്റേജ് പറഞ്ഞിട്ട് കുളപ്പുള്ളി ഷൊർണൂർ, അവിടെ ആയിരുന്നു കല്യാണം. ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഞാൻ 2ാമത്തെ പ്രാവശ്യം കേട്ടോ പോകുന്നത്. അന്ന് ഇതുപോലെ ഞാൻ ഇട്ടിരുന്നല്ലോ, പാർക്ക് പോലെ ഒരു കല്യാണ മണ്ഡപം പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഓഡിറ്റോറിയം തന്നെയാണിത്. രാവിലെ വീടിൻ്റെ ഉമ്മർത്ത് തന്നെ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കയറി ഒരു 8:30 കയറി 9:30 ആകുമ്പോഴത്തേനും അവിടെ എത്തി. പക്ഷെ മുഹൂർത്തം 10 മണിക്കായിരുന്നു. ഇത് ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്ന ഭാഗട്ട വഴിയാണിത്. വഴിയിൽ ചെടികളുടെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ വലിയ ഉയരത്തിലുള്ള മരത്തിലൊക്കെ ലൈറ്റുകൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. നല്ല ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ട്. കയറുന്ന ഭാഗമാണ് ഈ ഉമ്മർത്തൻ തന്നെ തുടങ്ങുന്നത്. ഇവിടെ പഴയ കാറുകളും സ്കൂട്ടറും പിന്നെ കമ്പ്രാന്തൽ അങ്ങനെയൊക്കെ തൂക്കി വെച്ചിട്ട് അത് പ്രത്യേക ഒരു ഭംഗി കേട്ടോ. ഞാൻ ബസ് ഇറങ്ങി ചെന്നപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല. നോക്കുമ്പോൾ എന്താണെന്നറിയാം, അവരൊക്കെ ടിഫിൻ കഴിക്കുകയാണ്. ഞാൻ കഴിക്കാനൊന്നും പോയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. ഈ ചെടികളൊന്നും പ്ലാസ്റ്റിക് ചെടിയല്ല കേട്ടോ, ഒക്കെ ഒറിജിനൽ ചെടികളാണ്, നനച്ചുണ്ടാക്കുന്ന ചെടികളാണിത് മൊത്തം. കണ്ടാൽ വിചാരിക്കും പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഞാൻ തൊട്ട് നോക്കി. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ നേരത്തെ പോയത്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ അധികം ആൾക്കാരൊന്നുമില്ല, വന്നിട്ടില്ല. ഒക്കെ ഞാൻ പറഞ്ഞ ടിഫിൻ കഴിക്കാൻ പോയിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ മൊത്തം വീഡിയോ എടുത്തത് അതിൻ്റെ ഉൾഭാഗമാണിത്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് പോയപ്പോൾ ഒന്നും എടുക്കാൻ പറ്റി. ഓഡിറ്റോറിയത്തിൻ്റെ ഉൾഭാഗം കേട്ടോ അത്. കണ്ട പിന്നെ പഴയ രാജാക്കന്മാരുടെയും ഒക്കെ ഓരോരോ പ്രതിമകളും എന്താ എനിക്ക് പറയാൻ അറിയുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടോളി. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഓരോരുത്തർ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. ഇങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷേ എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വന്നവരൊക്കെ മൊബൈൽ ഓണാക്കിയിട്ടേ വീഡിയോ എടുക്കുക. കാരണം അത്രയും ഭംഗിയുണ്ട് കാണാൻ ഓഡിറ്റോറിയത്തിൻ്റെ ഉൾഭാഗം. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഫുള്ളും പച്ചപ്പാണേ. പിന്നെ ഈ കുറേ പ്രതിമകളും അതും ഇതുമൊക്കെ ഉണ്ട്. ഇതാണ് സ്റ്റേജ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവരുടെ ശ്രീകൃഷ്ണൻ്റെ പ്രതിമ ഒക്കെ വെച്ചിട്ട് സ്തൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാനത് നല്ലതാണ്ടോ, എന്തൊരു ഭംഗിയാണ് കാണാൻ വെച്ചിട്ടാണ്. വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്നു തുടങ്ങി. ചെണ്ടമേളക്കാർ പിന്നെ ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ കൊട്ടുന്നുണ്ട്. എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ചെണ്ടമേളക്കാരെന്ന് ഞാൻ പറയുന്നു, എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. പിന്നെ സ്റ്റേജിൽ നിറയെ നിലവിളക്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും കൂടി പിന്നെ നിലവിളക്ക് കൊളുത്തുകയാണ്. അവർ 2ആളും കൂടിയാണ് നിലവിളക്ക് കൊളുത്തുന്നത്. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിറയെ താലങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ മയിലിൻ്റെ ചിത്രമല്ല രൂപം, അതൊക്കെ വെച്ചിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അമ്മയും അച്ഛനും കൂടെയാണ് നിലവിളക്ക് കൊളുത്തുന്നത്. അങ്ങനെ ഓരോരോ ചടങ്ങുകൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടിരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടോ. പിന്നെ ഒരു പാറയുണ്ട്. പാറയിൽ തെങ്ങും പൂക്കലല്ലേ, അതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പൂക്കലിൻ്റെ മുകളിലത്തെ പച്ച കളറിൽ അത് എടുത്ത് കളഞ്ഞിട്ടില്ല, അത് അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ താലങ്ങൾ ഇങ്ങനെ വരിക്ക് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. അതിൽ മയിലിൻ്റെ പ്രതിമ പോലത്തെ എന്തൊക്കെ അതിലുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗി. സ്റ്റേജ് കാണാൻ നല്ലൊരു ഭംഗി. കാരണം നിലവിളക്കും പിന്നെ എന്തൊക്കെ പഴങ്ങളും എല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും. പിന്നെ അവർ 2ആളും കൂടി മുറത്തിൽ നെല്ലാ തോന്നുന്നു, നെല്ല് നിറച്ചിട്ട് 3 വട്ടം അങ്ങനെ ചുറ്റി 3 പ്രാവശ്യം ചുറ്റുണ്ട്. ചുറ്റിയിട്ട് 3ാമത്തെ പ്രാവശ്യം അതിൽ കൊടുത്തിട്ട്
ഈ പറയിൽ കൊടുന്ന് കൊട്ടുക ചെയ്യണത്. നെല്ലിനെ കൊട്ടിയിട്ട് അതിൽ നറുക്കണേ, പറന്നറുക്കുക. എന്നിട്ട് ആ തെങ്ങിൻ്റെ പൂവിൻ്റെ മുകളിലത്തെ ആ പച്ചവെള്ളം എടുത്ത് കളഞ്ഞിട്ട് അതിനെ വിടർത്തിയിട്ട് പിന്നെ തുളസിപ്പൂവാ തോന്നും, തുളസിയുടെ ഇല അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് പിന്നെ പ്രാർത്ഥിക്കേണ്ടവർ. അത് പിന്നെ അനിയത്തിമാർ 2 ആളുമുണ്ട്. അവർ പൂജിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അതാ പിന്നെ നിലവിളക്കൊക്കെ കൊളുത്തിട്ട് പിന്നെ ഫ്രണ്ടിൽ നിന്ന് താലങ്ങൾ എടുത്തിട്ട് ചെക്കനെ കൊണ്ടുവരാൻ പോവുക. അതിൽ പിന്നെ വിളക്ക് കൊളുത്തിയിട്ടുണ്ട്, അതിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതും കൊണ്ടാണ് അവർ സ്റ്റേജിൽ നിന്ന് എല്ലാവരും ഈ ഫ്രണ്ടിലത്തെ നിലവിളക്ക് എടുത്തിട്ട് അങ്ങനെ നടന്നു പോവുകയാണ് ചെക്കനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. മേളക്കാരും പോകുന്നുണ്ട് അവരെ കൂടെ കൂട്ടിയിട്ട്. ചെക്കൻ അവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് താലം പിടിച്ചിട്ട് എല്ലാവരും അവരെ ചെക്കനെ വരവേൽക്കാനാണ് പോണത്. അവരെ കുടുംബക്കാരും എല്ലാവരും ഉണ്ടാവും, ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. വേണമെങ്കിൽ എല്ലാവരും കുടിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. നിലവിളക്കൊക്കെ പിടിച്ചിട്ട് താലം പിടിച്ചിട്ട് ചെക്കനെ കൊണ്ടുവരുന്നതൊക്കെ. ചെക്കനപ്പം പിന്നെ ചെക്കൻ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അവിടെ നിന്നാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ചെക്കനെ ഇതിലൊരു പിന്നെ ഒരു കുട പിടിച്ചിട്ടുണ്ട്, പട്ടക്കുട പണ്ടത്തെ ഉണ്ടാവില്ല, അങ്ങനത്തെ കുട. അതിൽ പൂക്കളിങ്ങനെ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മേളക്കാരും ഫ്രണ്ടിലും അതിൻ്റെ പിന്നിൽ താലം പിടിച്ചിട്ട് പിന്നെ സ്ത്രീകളും പിന്നെ അത് കഴിഞ്ഞ് ചെക്കൻ അതിൻ്റെ ബാക്കിൽ. അങ്ങനെ എല്ലാവരും കൂടി ചെക്കനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്, സ്വീകരിക്കുക. ചെക്കൻ്റെ കയ്യിൽ ഇതൊക്കെ കൊടുത്തിരിക്കണം, ബൊക്കൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനിട്ട്. അവരെല്ലാവരും സ്റ്റേജിൽ കയറി അങ്ങനെ ചെക്കനെ അവിടെ കൊണ്ടുപോയിരുത്തുകയാണ്, സ്റ്റേജിൽ കൊണ്ടുപോയിരുത്തും. അപ്പോൾ മേളക്കാരൊപ്പം കൊട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പിന്നെ താലം പിടിച്ചവരിങ്ങനെ വലം വെക്കുകയാണ്. വിളക്കിൻ്റെ 4 പുറം 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ വല വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ചെക്കനെ അവിടെ പിടിച്ചിട്ട് അവിടെ ഇരുത്തുകയാണ്. അവിടെ പായ ഇട്ടിരിക്കുകയാണ്, പുൽപ്പായ, അതിലാണ് ഇരുത്തുന്നത്. അങ്ങനെ ആ താലം പിടിച്ച ആൾക്കാരനെ പിന്നെ കല്യാണ പെണ്ണിനെ കൊണ്ടുവരാൻ പോവുക. അതിൽ വിളക്കും കൊളുത്തി വെച്ചിട്ടുണ്ട് താലത്തിൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പെണ്ണ് അതുപോലെ കല്യാണ പെണ്ണ് ഒരുങ്ങിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ. എന്നിട്ട് അവിടെ നിന്നാണ് സ്വീകരിച്ചിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങളെ കല്യാണത്തിന് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ പിന്നെ പിടിച്ചിട്ട് കൊണ്ടുവരുന്നതാണ്. ഇതിലിപ്പോൾ പെണ്ണുങ്ങളല്ല, ഞങ്ങളെ കല്യാണത്തിന് പെണ്ണുങ്ങളാണ് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആണുങ്ങളാണ് കൊണ്ടുവരുന്നത്, കല്യാണ പെണ്ണ് നടുവ് നിർത്തിയിട്ട്. അങ്ങനെ വരുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ. താലം പിടിച്ചിട്ട് ഇങ്ങനെ സ്വീകരിച്ച് കൊണ്ടിരുന്നത് എന്തൊരു ഭംഗിയാണ്. ഞാനിങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ അതാ സ്റ്റേജിൽ കയറി സ്റ്റേജിലെത്തിയിട്ട് അവരെല്ലാവരും ഇങ്ങനെ വലം ചുറ്റും. 3 പ്രാവശ്യത്തെ ചുറ്റുണ്ട് താലം പിടിച്ചിട്ട് പെണ്ണിനെയും കൊണ്ട്. എന്നിട്ട് 3-ാമത്തെ പ്രാവശ്യം
കഴിഞ്ഞിട്ടാണ് ചെക്കൻ്റെ അടുത്ത് കൊണ്ടുപോയിരുത്തുന്നത്. എല്ലാവരും ചുറ്റും കേട്ടോ. എൻ്റെ താലം സ്റ്റേജിൻ്റെ താഴെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. കല്യാണ പെണ്ണ് എല്ലാവർക്കും കൈകൂപ്പി ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ ശേഷമാണ് പിന്നെ ഇരിക്കുന്നത് അവിടെ. പിന്നെ ചെക്കനും പെണ്ണും അവിടെ പായയിൽ ഇരുത്തി. അവർ രണ്ടാളി അവിടെ ഇരുന്നു. ക്യാമറക്കാർ നിറയെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നിൽക്കുന്നുണ്ട്. പെങ്ങള്, പിന്നെ അമ്മ, കല്യാണച്ചക്കൻ്റെ അമ്മ, പെങ്ങള്, പിന്നെ അവരെ കുടുംബക്കാരൊക്കെ ഉണ്ട് സ്റ്റേജിൽ. ഇനി താലികെട്ടിലാണ്. ചെക്കൻ്റെ കയ്യിൽ മാലുണ്ട്, താലി ചെയിന്. എന്നിട്ട് അത് കഴുത്തിൽ കെട്ടി കൊടുക്കുക പെണ്ണിൻ്റെ. അങ്ങനെ താലികെട്ട് കഴിഞ്ഞിട്ട് കൈ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ കൊടുത്ത് ഇപ്പം ക്യാമറക്കാരും ഇങ്ങനെ ഓരോ വിധത്തിൽ ഫോട്ടോ എടുക്കുകയാണ്. ഇനി പൂമാല ഇടുകയാണ്. അടുത്ത ചടങ്ങ് പൂമാലിടൽ. പെണ്ണാണ് ആദ്യം, കല്യാണ പെണ്ണാണ് ചെക്കൻ്റെ കഴുത്തിൽ ആദ്യം പൂമാലിട്ട് കൊടുക്കുന്നത്. പെണ്ണും കഴുത്തിൽ മാലിട്ടതിന് ശേഷം പിന്നെ ചെക്കനാണ് പൂമാല പെണ്ണിൻ്റെ കഴുത്തിലിടുന്നത്. പിന്നെ ബൊക്ക കൈമാറുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ബൊക്കകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. പിന്നെ പുടവ കൊടുക്കലാണ്. പുടവ ചെക്കൻ്റെ അമ്മ പുടവ കൊടുത്തിട്ടുണ്ടാവും. ആ പുടവ അവരെ കൈ കൊടുത്തിട്ട് ചെക്കൻ പെണ്ണിൻ്റെ കൈ കൊടുത്തിട്ട് പെണ്ണ് അതെടുത്തിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കൊടുക്കുകയാണ്. അത് കൈമാറുകയാണ്. പുടവ കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞ ശേഷം അച്ഛൻ പെണ്ണിൻ്റെ കൈ പിടിച്ചിട്ട് ചെക്കനെ ഏൽപ്പിച്ച് പിന്നെ മൂന്നാളും കൂടി കൈ കൊടുക്കുക ചെയ്യണത്. എന്തായാലും ചടങ്ങുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്ന് കാണാം കല്യാണത്തിൽ. അച്ഛൻ മകളെ ഏൽപ്പിച്ച ശേഷം പെണ്ണിൻ്റെ കൈ പിടിച്ചിട്ട് ചെക്കന് 3 പ്രാവശ്യം വലം വെക്കുക. കുങ്കുമ ചന്ദനം തൊടിക്കുക. ആദ്യം പെണ്ണ് ചെക്കൻ്റെ തലയിൽ ചന്ദനം തൊടിച്ച്, എന്നിട്ട് പിന്നെ ചെക്കൻ പെണ്ണിൻ്റെ നെറ്റിയിൽ കുങ്കുമം ചാർത്തി. പല ചടങ്ങുകളുണ്ട് കേട്ടോ. കാണാൻ
നല്ല ഭംഗിയുണ്ട് എന്തായാലും. ശേഷം അച്ഛൻ്റെയും അമ്മൻ്റെയും കാല് വന്നിക്കണം ചെക്കനും പെണ്ണും കൂടി. പിന്നെ അമ്മ എന്താണ് ആരതി ഒഴുകിയത്ര ദീപം കൊളുത്തിയിട്ട് അവർ രണ്ടാളെ ഒഴിഞ്ഞെടുക്കും. എന്നിട്ട് പിന്നെ അവരവിടെ ഇരുത്തിയിട്ട് പിന്നെ പാലും പഴം കൊടുക്കുകയാണ്. ആദ്യം അമ്മ കൊടുക്കണം, പിന്നെ അച്ഛൻ കൊടുക്കുകയാണ് പാലും പഴം. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ എല്ലാവരും പാലും പഴം കൊടുത്തിരുന്നു അവർക്ക്. അതും ഞാനെടുത്തില്ല. പിന്നെ ചെക്കൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഫോട്ടോ. പിന്നെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാണ് കല്യാണ പെണ്ണിൻ്റെ. പിന്നെ ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. നല്ല സദ്യയായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സദ്യക്ക്. കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 തരം അടപ്പായസവും പിന്നെ ചക്കപ്പായസം. സദ്യയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കല്യാണം നല്ല ഉഷാറായി. എന്തായാലും ഇതാണ് എൻ്റെ കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് ചെറിയൊരു പാർക്ക് പോലെ കേട്ടോ. അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അവിടെ പോയി കുറച്ചേരം നിന്നിട്ട് പിന്നെ അങ്ങനെ പോകുന്നു. ആ ബസ്സിൽ തന്നെ തിരിച്ചു പോരും ചെയ്തു.